ഇതിനിടയിൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ജി സുധാകരൻ യു ഡി എഫിൻ്റെ പിന്തുണയോടെ മത്സരിക്കാൻ പോകുന്നുള്ള കാര്യം. അങ്ങ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഏഷ്യാൻ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് അങ്ങ് 3 തവണ ഫോൺ വിളിച്ചു, എന്നിട്ട് അദ്ദേഹം എടുത്തില്ല എന്ന്. ഇപ്പം അങ്ങേപ്പോലെ ഒരാൾ, ഇത്രയും പാർട്ടിയിൽ സീനിയറായ ഒരാൾ, ഇത്ര കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഫോൺ വിളിക്കുന്നു. അങ്ങയുടെ നമ്പർ തീർച്ചയായിട്ടും ജി സുധാകരൻ അറിയുമായിരിക്കുമല്ലോ. അങ്ങനെ വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ പറ്റാത്തത്രയും അകലത്തിൽ ജി സുധാകരൻ പോയോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് ഈ കാര്യത്തിൽ താമസിച്ചു പോയോ? അല്ല, സാധാരണ നിലക്ക് സുധാകരന് വേറൊരു നിലപാട് വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല. സുധാകരൻ്റെ അല്ല, അതെന്താ അങ്ങ് അങ്ങനെ വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം അവഗണിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ രൂഢമൂലമാണ്. ഏതാ അവഗണന? അവഗണന എവിടെയാ? അത് ആ വശം നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. നേതാവായി ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ചുമതല മാത്രമല്ല, സംസ്ഥാന ഭരണത്തിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചുമതലയും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പൊതുവെ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് വയസ്സ് 75 ആയാൽ പിന്നെ മത്സരിപ്പിക്കലല്ല, ചുമതലകളിൽ നിന്നൊഴിയുക. നമ്മുടെ സാധാരണ നിരക്ക് പാർട്ടി കമ്മിറ്റികൾ, ഉയർന്ന പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ കമ്മിറ്റികളിലൊക്കെ ഉള്ളവർ അതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല ശേഷിയുള്ളവർ തന്നെ, അവർ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. അത് ബാധകമാക്കിയപ്പോൾ സുധാകരൻ വിചാരിച്ചത് അദ്ദേഹത്തെ എന്തോ ഒരു പ്രത്യേകമായിട്ട് നിലപാടെടുക്കുന്നതാണ്. അവിടുന്നാണ് അവിടെ അതേ ഒരു ചോദ്യം ചോദിച്ചു, ഇത് പിണറായി വിജയന് ബാധകമല്ലേ എന്ന്. പിണറായി വിജയനും ബാധകമാണ്. പിണറായി വിജയനും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു പ്രത്യേക നിലപാടെടുത്തു. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് പ്രത്യേക ഇളവ് അനുവദിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പിണറായി വിജയനും ബാധകമല്ലേ, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാലോ, നേരത്തെ ചില ഇളവുകൾ അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമായൊരു കാര്യം തനിക്ക് ബാധകമാക്കിയപ്പോൾ അതിനോടൊരു അതൃപ്തി അദ്ദേഹത്തിന് വന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ അവഗണന, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത്, അദ്ദേഹം ആലപ്പുഴയിലാണ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചു. അതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ഏർപ്പെടുത്തി. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അത് എവിടെയാണ് അവഗണനയുടെ പ്രശ്നം? അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരും അദ്ദേഹത്തോട് സംസാരിച്ചില്ല. പിന്നെ മാത്രമല്ല, പ്രാദേശിക ഘടകങ്ങളൊന്നും അദ്ദേഹമായിട്ട് അത്ര ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശിക ഘടകങ്ങളല്ലേ അദ്ദേഹത്തിന് പരിപാടികളൊക്കെ കൊടുക്കുന്നത്. എല്ലാ പരിപാടിയിലും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. ആലപ്പുഴയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാന പരിപാടി അദ്ദേഹത്തെ ഒഴിവാക്കിയോ? എല്ലാ പരിപാടികളിലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ട്. ഈ ആലപ്പുഴയിൽ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരു ഘടകമാകും എന്ന ഭയം അങ്ങേക്കുണ്ടോ? ഒരു ഭയവും ഇല്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? അതായത് ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകതയുണ്ട്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും കരുത്തുറ്റൊരു ജില്ലയാണ്. അവിടുത്തെ ജനങ്ങൾ പൊതുവെ തന്നെ വലിയ തോതിൽ മറ്റ് വ്യതിയാനങ്ങൾക്കിരയാകാതെ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ, പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഒരു വ്യതിയാനത്തിനും ഇരയാകാതെ നിന്ന പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. ജനങ്ങളും അതെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വല്ലാതെ ഉയർന്നു വരുന്നൊരു ജനങ്ങളാണ്. അതാ പുന്നപ്ര വയലാറിൻ്റെ ഒരു വിപ്ലവ കരുത്ത്, അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്നൊരു ജനങ്ങളാണ് ഇപ്പോഴും അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാശങ്കയില്ല. ഒരു പോറലും ഇതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് സംഭവിക്കുമെന്ന്
ഞങ്ങൾ കാണുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.